CPM-നെയും പ്രതിക്കൂട്ടിലാക്കി വിചാരണ നടത്താൻ PV അൻവർ ഒരുക്കിക്കൊടുത്ത സുവർണാവസരം ഉപയോഗപ്പെടുത്താത്ത നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗിൽ കടുത്ത നിരാശ. അൻവർ പൊട്ടിച്ച ബോംബിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ഇത്രയും ദിവസമായിട്ടും നേതൃത്വം തയ്യാറാകാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. കോൺഗ്രസ് അൻവറിന്റെ വിഷയം ഏറ്റെടുത്ത് സർക്കാരിനും CPM-നുമെതിരെ തുറന്ന പോര് നടത്തിയിട്ടും ലീഗ് നേതൃത്വം അറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. സ്വർണ്ണ കള്ളക്കടത്തുൾപ്പെടെ സുജിത് ദാസിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ PV അൻവർ പുറത്തുവിട്ടത്. വയനാട് ദുരന്ത സമയത്ത് മുസ്ലിം ലീഗിന്റെ ഭക്ഷണ വിതരണം തടഞ്ഞതും സംഘപരിവാർ ബന്ധവും ഉൾപ്പെടെ ADGP MR അജിത് കുമാറിനെതിരെ തെളിവുകൾ സഹിതം ഉയർന്ന ആരോപണങ്ങളിലും ലീഗ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാത്തത് എന്തുകൊണ്ടാണെന്നാണ് അണികളുടെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങളിൽ നേതൃത്വം മൗനികളായിരിക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ് ഇപ്പോൾ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സംഘപരിവാർ ബന്ധം പുറത്തു വന്നത് അതിഗൗരവമുള്ള വിഷയമാണെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ഉപാധ്യക്ഷൻ ഡോക്ടർ MK മുനീർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കന്യാകുമാരിയിൽ നടന്ന RSS ശിബിരത്തിൽ പോലീസുകാരെ ഉൾപ്പെടുത്തി RSS തത്വമസി എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇക്കാര്യം അന്ന് നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചപ്പോൾ പോലീസുകാർ പങ്കാളികളായ RSS ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത്. ലഘുലേഖ വിതരണവുമായി ബന്ധപ്പെട്ട് വിസ്ഡം പ്രവർത്തകരെ പോലീസ് വേട്ടയാടിയപ്പോഴും ഇക്കാര്യം വ്യക്തമായതാണ്. പിന്നീടുണ്ടായ പല സംഭവങ്ങളിലും ഉദ്യോഗസ്ഥരുടെ RSS ബന്ധം വ്യക്തമായിട്ടും CPI നേതാവ് ആനി രാജ വരെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടും പോലീസുകാരെ കയറൂരിവിടുന്ന സമീപനമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും മുനീർ പറയുന്നു. ഭരണപക്ഷ MLA-മാർ തന്നെ തങ്ങൾക്ക് സുരക്ഷിതത്വമില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം പാടെ തകർക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. പോലീസ് മാഫിയ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ടെന്നും മുനീർ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും പുറത്തു വരുന്നതൊക്കെ ഉത്തരേന്ത്യയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ്. നാട്ടിൽ ക്രമസമാധാനം നടത്തേണ്ട പോലീസ് തന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കേണ്ടി വരുന്നു. ഒരു പാവം വീട്ടമ്മയെ കാര്യം സാധിച്ചു തരാമെന്ന് പറഞ്ഞ് പോലീസ് ഏമാമാർ മാറി മാറി ഉപയോഗിച്ച കഥയാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്നാൽ ഇതിനോടൊക്കെ ഒരു തണുത്ത സമീപനമാണ് ലീഗിനെന്നാണ് അണികൾ പറയുന്നത്. ഇങ്ങനെയുള്ള കൊടും ക്രിമിനൽ മാഫിയകൾ നാട്ടിൽ ക്രമസമാധാനം നടത്തിയാൽ ആർക്കാണ് ഗുണം? എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന ഉറപ്പാണ് ഇങ്ങനെ ക്രൂരതകൾ ചെയ്യാൻ ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കുന്നത് തന്നെ. ഒരു CI, ഒരു DYSP, മറ്റൊരു SP, ഇതിൽ കൂടുതൽ നമ്മുടെ കേരളത്തിന് എന്തു വേണം? ഒന്നുണ്ട്, ഇതൊന്നും പുതിയ സംഭവമല്ല. സ്ത്രീകൾക്ക് വിശ്വസിച്ച് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ കയറി ചെല്ലാൻ പറ്റും? എങ്ങനെ അവർ ഒരു ചോദ്യം ചോദിക്കും? കൊലയും കള്ളക്കടത്തും നടത്തിയെന്ന ആരോപണം ഉന്നയിക്കപ്പെട്ട ആള് തന്നെ പോലീസ് തലപ്പത്ത് ഇപ്പോഴും ഇരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വാർത്തയും കേൾക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം വളരെ ദുഷിച്ചു എന്നതിന്റെ തെളിവായി നമുക്കിതിനെ കാണാൻ കഴിയും. സ്വന്തം കുടുംബത്തെ സഹായിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായ ഭരണകൂടത്തിൽ നിന്നും നാം എന്തു പ്രതീക്ഷിക്കണം? ഏറി വന്നാൽ ഒരു ചെറിയ ട്രാൻസ്ഫർ കൊണ്ട് കാര്യം തീരും. അതിൽ കൂടുതൽ ഒന്നും ഇവിടെ സംഭവിക്കാനും പോകുന്നില്ല. ഇതാണ് ലീഗിനിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.